ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാലെന്നുള്ളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? അതുപോലെ ഇന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ഒത്തു വന്നു. ഇന്ന് എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ചില സമയങ്ങളിൽ നമുക്ക് നടക്കാൻ പോകാനൊക്കെ ഭയങ്കര മടി തോന്നും, മനുഷ്യ സഹജമാണല്ലോ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ കറക്റ്റ് മഴയും പെയ്തു കേട്ടോ. അതുകൊണ്ട് സച്ചുവിനും പീറ്റിക്ക് പോകേണ്ടി വന്നില്ല, എനിക്കും പോകേണ്ടി വന്നില്ല. അപ്പം നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ലല്ലോ. അതായത് നമ്മുടെ മടി കാരണമല്ലല്ലോ, മഴ കാരണമാണല്ലോ നമ്മൾ കിടന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ഉറക്കത്തിൽ നിന്ന് രാവിലെ ഒന്ന് കണ്ണ് തുറന്നിട്ട് എന്നാൽ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എഴുന്നേക്കാം എന്ന് കരുതി കിടന്നാൽ പിന്നെ ഒരു സുഖ നിദ്രയായിരിക്കും. അപ്പോൾ എനിക്കും അങ്ങനെയായിരുന്നു. അത് കാരണം ഞാൻ നല്ല ലേറ്റായിട്ടാണ് ഇന്ന് ഉറക്കം എഴുന്നേറ്റത്. എൻ്റെ ഉറക്കം കണ്ടിട്ട് ഞാൻ കിടന്നോട്ടെ, നിന്നെ വിളിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് സച്ച് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ സച്ചുവിന് ആകെ അറിയാവുന്ന ഒരു സംഗതി മാഗി ഉണ്ടാക്കാനും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെയാണ്. പിന്നെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കുറേ നേരം യൂട്യൂബൊക്കെ നോക്കി പഠിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ആൾക്ക് അറിയാവുന്ന പോലെ ആളൊരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അതുകൊണ്ട് വലിയ തിരക്കുള്ള പണികളൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ റിലാക്സ്ഡ് ആൻഡ് കാമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റീഫില്ലിങ് പരിപാടികളുണ്ട്, അത് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മുടെ ഷുഗറും ടീയും കോഫിയും ഗ്രീൻ ടീയും എല്ലാം ഞാനൊന്ന് റീഫിൽ ചെയ്തു. ഈ ജാഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച കളറാണ് കേട്ടോ ഇത്. എനിക്ക് ഈ കളറിലാണ് ഭയങ്കര അട്രാക്ഷൻ തോന്നിയത്. നമ്മുടെ കിച്ചണിലേക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇതൊക്കെ ഇങ്ങനെ എസ്തെറ്റിക്കായിട്ട് ഇരിക്കണ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് റിഫ്രഷ്ഡ് ആകും. എനിക്ക് എല്ലാ സാധനങ്ങളും ഈ ജാഴ്സിലാണെങ്കിലും കണ്ടെയ്നേഴ്സിലാണെങ്കിലും നിറഞ്ഞിരിക്കുന്നത് കാണാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ബട്ടർ നമ്മുടെ ഏകദേശം ഉപയോഗിച്ച് പകുതിയായിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാമെന്ന് ഓർത്തു. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ അടിയിലോട്ടായി പോകുമല്ലോ, അത് കാരണം അത് ഫില്ല് ചെയ്തില്ല. ഇന്നത്തെ മോർണിംഗ് പതിവിലും ഡിഫറെൻ്റ് ആയിരുന്നെങ്കിലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മോർണിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യണം. ഓണപരിപാടികളൊക്കെ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്തോ? എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷമൊക്കെ പറയണേ. എന്നാൽ പിന്നെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.